ഹലോ ഫ്രണ്ട്സ്, എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് PWD ഇലക്ട്രോണിക്സ് വിങ്ങിൻ്റെ 28/12/2021 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ ലാസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 75 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ 3 പാർട്ടിലായി ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫൈനൽ പാർട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 26. ദ ഫേസ് വെലോസിറ്റി ഓഫ് എ വേവ് ഗൈഡ് അറ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഓപ്ഷൻസ് എ 0, ഓപ്ഷൻ ബി ഫൈനൈറ്റ്, ഓപ്ഷൻ സി ഇൻഫിനിറ്റ്, ഓപ്ഷൻ ഡി 1. ഫേസ് വെലോസിറ്റി ഓഫ് വേവ് ഗൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത് അറ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി. കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ നമുക്കറിയാം ഫ്രീക്വൻസി F=FC ആകും. അപ്പം ഫേസ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ ഡിനോമിനേറ്ററിൽ F=FC ആയിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആകും. ഡിനോമിനേറ്റർ 0 ആയിക്കഴിഞ്ഞാൽ വി പിയുടെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ? അപ്പം ഓപ്ഷൻ സി ഇൻഫിനിറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. For a short-circuited lossless line having length less than a quarter wavelength will have input impedance. Options A purely inductive, option B purely resistive, option C resonative, option D purely capacitive. എന്താണ്? പ്യുവർലി ഇൻഡക്റ്റീവ് ആണല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. The main reason for occurring of standoff wave is due to options A dispersion, option B impedance mismatch, option C reflection, option D transmission mode. എന്താണ്? സ്റ്റാൻഡിങ് വേവിൻ്റെ ഒക്കറൻസിന് കാരണമാകുന്നത് എന്തുകൊണ്ടാണ്? റിഫ്ലക്ഷൻ മൂലമാണ് അല്ലേ? ഓപ്ഷൻ സി റിഫ്ലക്ഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 29. The speakers which cover the frequencies from 16 Hz to 1000 Hz are called. Options A squawkers, option B tweeters, option C baffle, option D woofers. 16 Hz to 1000 Hz എന്ന് പറയുമ്പം ലോ ഫ്രീക്വൻസി ടു മിഡ് ഫ്രീക്വൻസി ആണ്. അത് ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? വൂഫേഴ്സ് ആണല്ലേ? ഓപ്ഷൻ ഡി വൂഫർ ആണ് മിഡ് ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 30. The ratio of the current or voltage entering the network to the current or voltage leaving the network is known as. Options A characteristic impedance, option B propagation constant, option C interactive impedance, option D image impedance. ഇവിടെ ഏതാണ് വരുന്നത്? ഇമേജ് ഇമ്പിഡൻസ് ആണല്ലേ? ഓപ്ഷൻ ഡി ഇമേജ് ഇമ്പിഡൻസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31. A number of identical parallel antennas arranged along a line perpendicular to the line of array axis and each element fed with current of equal magnitude and same phase is known as. Options A broadside array, option B log periodic array, option C end fire array, option D collinear array. ഏതാണ്? ഓപ്ഷൻ എ ബ്രോഡ്സൈഡ് അറേ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32. RF ആംപ്ലിഫയർ ഇൻ എ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ഈസ് ഡ്യൂ ടു. ഓപ്ഷൻസ് എ ഇൻക്രീസ് ട്രാക്കിംഗ്, ഓപ്ഷൻ ബി ഇൻക്രീസ് അഡ്ജസൻറ്റ് ചാനൽ റിജക്ഷൻ, ഓപ്ഷൻ സി ഇൻക്രീസ് ദ ട്യൂണിംഗ് റേഞ്ച്, ഓപ്ഷൻ ഡി ഇൻക്രീസ് റിജക്ഷൻ ഓഫ് ഇമേജ് ഫ്രീക്വൻസി. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൽ RF ആംപ്ലിഫയർ വരുന്നത് മിക്സറിന് മുന്നേ വരുന്ന സ്റ്റേജാണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഇമേജ് ഫ്രീക്വൻസിയുടെ റിജക്ഷൻ ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33. ഇൻ TV സർക്യൂട്ട്സ് ദ ഇക്വലൈസിംഗ് പൾസസ് ആർ സെൻഡ് ഡ്യൂറിങ്. ഓപ്ഷൻസ് എ ഹൊറിസോണ്ടൽ ബ്ലാങ്കിങ്, ഓപ്ഷൻ ബി ഹൊറിസോണ്ടൽ റീട്രേസ്, ഓപ്ഷൻ സി വെർട്ടിക്കൽ റീട്രേസ്, ഓപ്ഷൻ ഡി വെർട്ടിക്കൽ ബ്ലാങ്കിങ്. TV സർക്യൂട്ടിൽ ഇക്വലൈസിംഗ് പൾസസ് എപ്പോഴാണ്? വെർട്ടിക്കൽ ബ്ലാങ്കിങ്ങിലാണ് സെൻഡ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. Frequency in UHF range are normally propagated by options A space waves, option B sky waves, option C surface wave, option D ground wave. ഏതാണ്? UHF റേഞ്ച് എന്ന് പറയുമ്പോൾ അൾട്രാ ഹൈ ഫ്രീക്വൻസി ആണല്ലേ? 300 MHz to 3 GHz റേഞ്ചിൽ വരുന്നതാണ് UHF. UHF എന്ന് പറയുന്നത് ഇതിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സ്പേസ് വേവിലൂടെയാണ് അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. An example for multi-band HF receiving antenna is. Options A conical horn, option B folded dipole, option C rhombic loop, option D log periodic. HF receiving antenna ഏതാണ്? മൾട്ടി ബാൻഡ് HF receiving antenna എന്ന് പറയുന്നത് ലോഗ് പീരിയോഡിക് ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36. എ പിൻ ഡയോഡ് ഈസ്. ഓപ്ഷൻസ് എ സെമികണ്ടക്ടർ പോയിന്റ് കോണ്ടാക്ട് ഡയോഡ്, ഓപ്ഷൻ ബി യൂസ്ഡ് ആസ് എ മൈക്രോവേവ് സ്വിച്ച്, ഓപ്ഷൻ സി ഓഫൺ യൂസ്ഡ് ആസ് എ മൈക്രോവേവ് ഡിറ്റക്ടർ, ഓപ്ഷൻ ഡി
എ മൈക്രോവേവ് മിക്സർ ഡയോഡ്. പിൻ ഡയോഡ് എന്ന് പറയുന്നത് എന്താണ്? യൂസ്ഡ് ആസ് എ മൈക്രോവേവ് സ്വിച്ച് ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 37. The modulation system which is commonly used in telegraphic communication is options A. Pulse code modulation, option B. Two-tone modulation, option C. Frequency shift keying, option D. Single tone modulation. ഏതാണ്? ടെലിഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് വരുന്നത് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38. The code which is used for parity check is options A. Gray code, option B. ASCII, option C. EBCDIC, ഓപ്ഷൻ ഡി ബോർഡോട്ട്. നമുക്കറിയാം പാരിറ്റി ചെക്കിന് ഉപയോഗിക്കുന്ന കോഡ് ഏതാണ്? ആസ്കി കോഡാണ് അല്ലേ? ആസ്കി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഒരു 7 ബിറ്റ് കോഡാണ്. അതിനെപ്പറ്റി നമ്മൾക്കറിയാം അല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 39. ദ ട്രാൻസ്മിഷൻ റേറ്റ് ഓഫ് ഡേറ്റ ഇൻ എ മോഡം ഈസ് മെഷേർഡ് ഇൻ ഓപ്ഷൻസ് എ. ബൈറ്റ്സ് പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി. ഗിഗാഹെർട്സ്, ഓപ്ഷൻ സി. ബിറ്റ്സ് പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി. വേർഡ് പെർ മിനിറ്റ്. ഇതിലേതാണ് മോഡത്തിൽ വരുന്നത്? ഡേറ്റ ട്രാൻസ്മിഷൻ റേറ്റ് പറയുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് അല്ലേ? BPS. അപ്പോൾ ഓപ്ഷൻ സി ബിറ്റ്സ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. ദ ഓൺ ഓഫ് കീയിങ് മെത്തേഡ് ഓഫ് ഡേറ്റ ട്രാൻസ്മിഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ഓപ്ഷൻസ് എ. ASK, ഓപ്ഷൻ ബി. FSK, ഓപ്ഷൻ സി. PSK, ഓപ്ഷൻ ഡി. DPSK. ഓൺ ഓഫ് കീയിങ് മെത്തേഡിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ASK അല്ലേ? ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 41. The type of microphone used in telephone is options A. Condenser microphone, option B. Ribbon microphone, option C. Piezoelectric, option D. Carbon microphone. ടെലിഫോണിൽ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ ഏതാണ്? കാർബൺ മൈക്രോഫോൺ ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42. The type of noise which is having greater impact at high frequencies is options A. Random noise, option B. Johnson noise, option C. Transit time noise, option D. Short noise. ഏതാണ്? ഗ്രേറ്റർ ഇമ്പാക്റ്റ് ഹൈ ഫ്രീക്വൻസിയിൽ വരുന്നത് ട്രാൻസിറ്റ് ടൈം നോയ്സ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. വിച്ച് ഓഫ് ദ ഫോളോവിങ് മോഡുലേഷൻ സിസ്റ്റം ഇസ് ദ മോസ്റ്റ് നോയ്സ് റെസിസ്റ്റൻസ് വൺ? ഓപ്ഷൻസ് എ. PWM, ഓപ്ഷൻ ബി. ഡെൽറ്റ, ഓപ്ഷൻ സി. PCM, ഓപ്ഷൻ ഡി. ഡിഫറൻഷ്യൽ PCM. ഏതാണ്? നോയ്സ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മോഡുലേഷൻ സിസ്റ്റം ഏതാണ്? PCM ആണ്. പൾസ് കോഡ് മോഡുലേഷൻ ഡിജിറ്റൽ ടെക്നിക്കാണ് അല്ലേ? അതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 44. ദ റീസൺ ഫോർ റേലേ സ്കാറ്ററിംഗ് ലോസ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ഓപ്ഷൻസ് എ. ബെൻഡിങ് ഓഫ് ഫൈബർ, ഓപ്ഷൻ ബി. സ്ട്രക്ചറൽ ഫോൾട്ട് ഇൻ ഗ്ലാസ്, ഓപ്ഷൻ സി. ഇംപ്യൂരിറ്റീസ് പ്രസൻറ്റ്, ഓപ്ഷൻ ഡി. ഡ്യൂ ടു ഡിസ്പെർഷൻ. ഒപ്റ്റിക്കൽ ഫൈബറിൽ റേലേ സ്കാറ്ററിംഗ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? സ്ട്രക്ചറൽ ഫോൾട്ട് ഇൻ ഗ്ലാസ് ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 45. ക്വാണ്ടൈസിങ് നോയ്സ് ഒക്കർ ഇൻ ഓപ്ഷൻസ് എ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഓപ്ഷൻ ബി. ഫ്രീക്വൻസി മോഡുലേഷൻ, ഓപ്ഷൻ സി. പൾസ് കോഡ് മോഡുലേഷൻ, ഓപ്ഷൻ ഡി. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഏതാണ്? ക്വാണ്ടൈസിങ് നോയ്സ് ഏതിലാണ് വരുന്നത്? പൾസ് കോഡ് മോഡുലേഷനിലാണ് അല്ലേ? ഡിജിറ്റൽ ടെക്നിക്കായിട്ടുള്ള പൾസ് കോഡ് മോഡുലേഷനിലാണ് ക്വാണ്ടൈസിങ് നോയ്സ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 46. The main disadvantage of CW Doppler radar is options A. Does not give target range, B. Does not give target position, option C. Does not give target velocity, option D. Does not give angular position of target. എന്താണ്? CW Doppler radar എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് വേവ് ഡോപ്ലർ റഡാർ അല്ലേ? അതിൻ്റെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ഗീവ് ടാർഗറ്റ് റേഞ്ച് എന്നുള്ളതാണ് അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Question number 47. The circuit that separates sync pulses from the composite video waveform is options A. Smith trigger, option B. A clipper, option C. An integrator, option D. A differentiator. ഏതാണ്? ഓപ്ഷൻ ബി ക്ലിപ്പർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 48. Optical fiber uses for communication purpose are mostly fabricated using options A. Silica, option B. Plastic, option C. Ceramic, option D. Copper. ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന മെയിൻ ഫാബ്രിക് എന്ന് പറയുന്നത് സിലിക്കയാണ് അല്ലേ? ഓപ്ഷൻ എ സിലിക്കയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 49. വിച്ച് ഓഫ് ദ ഫോളോവിങ് എക്സ്പ്രഷൻ ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റർ? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ? എനിക്ക് ഓപ്ഷൻസ് ഫുള്ള് വായിക്കുന്നില്ല. ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റർ വരുന്നത് ഏതാണ്? ഓപ്ഷൻസ് നോക്കുമ്പോൾ കാണാം. ഓപ്ഷൻ സി V1 =
Z11 I1 പ്ലസ് Z12 I2 എന്നുള്ളതാണ് അല്ലേ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 50. The A scope displays options A, target position and range, option B, the target velocity, option C, the target position, option D, the target range only. A scope എന്ന് പറയുന്നത് എന്താണ്, റഡാർ ഡിസ്പ്ലേയുടെ ഒരു സിംപ്ലസ്റ്റ് ടൈപ്പ് അല്ലേ. ഇത് വന്നിട്ട് ടാർജറ്റ് റേഞ്ച് മാത്രമാണ് കാണിക്കുന്നത്. ഓപ്ഷൻ ഡി, ടാർജറ്റ് റേഞ്ച് ഉള്ളി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഈ ഒരു വീഡിയോയോടുകൂടി നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ 100 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻസിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക്